absolute value of A is the magnitude of this distance. Absolute value of A is the magnitude or the amount of a distance in the value and the absolute value of the geometrical mean. So, we will see a concept of neighborhood. Real analysis is a very concept and neighborhood is a concept. Neighborhood is a literary meaning. Neighborhood is A in the real number അയൽപക്കം എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. A എന്നുള്ള നമ്പറിന്റെ എപ്സിലോൺ നെയ്ബർഹുഡ് പറഞ്ഞാല് എന്റെ എപ്സിലോൺ ചുറ്റളവിലുള്ള ആളുകളാണ്. എന്റെ എപ്സിലോൺ ഡിസ്റ്റൻസ് അപ്പുറത്തുള്ള ആളുകളാണ് എന്റെ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്റെ എപ്സിലോൺ നെയ്ബർഹുഡ് പറഞ്ഞാല് എന്റെ ബാക്കിലേക്ക് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എ മൈനസ് എപ്സിലോൺ, എന്റെ റൈറ്റിലേക്ക് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എപ്സിലോൺ. ഇതിന്റെ ഇടയിലുള്ള ആളുകളെയാണ് നമ്മള് എയുടെ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ the epsilon neighborhood of A, the epsilon neighborhood of A is defined as the set of all real numbers lying in this region, in this part. And പറഞ്ഞാല് അത് ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? ഡിനോട്ട് ചെയ്യുക V epsilon A. A എന്ന് പറയുന്ന റിയൽ നമ്പറിന്റെ എപ്സിലോൺ നെയ്ബർഹുഡിലുള്ള എലമെന്റ്സ് V epsilon A, epsilon neighborhood V epsilon A equal to set of all x belongs to R such that x lies between A minus epsilon and A plus epsilon. Okay, equal to illa dog. A minus epsilon A plus epsilon ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആണ്. That is equal to set of all x belongs to R such that this can be A എല്ലായിടത്തും subtract ചെയ്തെന്താ minus epsilon less than x minus A less than epsilon now. This can be written as set of all x belongs to R such that mod x minus A less than epsilon. അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് പറയണ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ എന്ന് പറയുന്നത്. എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ജോമെട്രിക്കലി മുകളിൽ ഇതാണ് ജോമെട്രിക്കലി എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ എന്ന് പറഞ്ഞാല് എന്റെ എപ്സിലോൺ ഡിസ്റ്റൻസ് എപ്സിലോൺ എയിൽ നിന്ന് എപ്സിലോൺ ഇന്റർവൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള ആ വാല്യൂസിനാണ് എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. By definition, it is a set of all x such that A minus epsilon less than x less than A plus epsilon, or a set of all x belongs to us such that mod x minus A less than epsilon. Now, A ന്റെ epsilon neighborhood A ഉണ്ടാവുന്നില്ല, ഒരു ഉറപ്പാണ്. എന്റെ എപ്സിലോൺ നെയ്ബർഹുഡിൽ എ ഉണ്ടാവുന്ന ഉറപ്പാണ്. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. എ എന്തായാലും ഉണ്ട്, കാരണം എ അതിന്റെ മിഡിലാണല്ലോ. എന്റെ എപ്സിലോൺ നെയ്ബർഹുഡിൽ നമുക്ക് എ ഉണ്ട് എന്ന് ഉറപ്പാണ്. അപ്പോ ഒരു തിയറം ഉണ്ട് ഇങ്ങനെ. ഇതാണ് തിയറം. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ലെറ്റ് എ belongs to R, epsilon greater than 0, then the epsilon neighborhood, if അതാണ് തിയറം. Let A belongs to R. If A belongs to if x belongs to every epsilon neighborhood, or
if x belongs to v epsilon of a for every epsilon greater than 0. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്റെ ഏത് എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്താലും അതിനകത്ത് എക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എ എന്ന് പറയുന്നതിന്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്തു. എപ്സിലോൺ നെയ്ബർഹുഡിന് എപ്സിലോൺ ബാക്കോട്ട് എപ്സിലോൺ മുന്നിൽ ഇതിന്റെ ഉള്ളിൽ എക്സ് ഉണ്ട്. ഇനി എന്റെ അടുത്ത എപ്സിലോൺ നെയ്ബർഹുഡ് ഇതാണ്, ഇതിനകത്തുണ്ട് എക്സ്. ഇനി ഞാൻ ഒന്നുകൂടിയും ചെറുതാക്കി നെയ്ബർഹുഡ് എന്താക്കി, അതിനകത്തുണ്ട് എക്സ്. വീണ്ടും ചെറുതാക്കി, അതിനകത്തുണ്ട് എക്സ്. അപ്പൊ എന്റെ എത്ര ചെറിയ അല്ലെങ്കിൽ എത്ര വലിയ എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്താലും അതിനകത്ത് ആരുണ്ട്? എക്സ് ഉണ്ട്. then x equal to a. അതായത് എ എന്നുള്ള റിയൽ നമ്പറിന്റെ ഏത് നെയ്ബർഹുഡിലും ഉണ്ടാകാൻ കഴിയുന്ന ഒരാൾ എ മാത്രമേ ഉള്ളൂ. എ എന്ന് പറയുന്നതിന്റെ ഏത് എപ്സിലോൺ നെയ്ബർഹുഡിലും ഒരാൾ ഉണ്ടെങ്കിൽ ആ ആള് എ ആണ്, എ മാത്രമാണ്. കാരണം എന്റെ അടുത്തേക്ക് നമുക്ക് നമ്മളുടെ വീടിന്റെ അയൽവാസികൾ എടുക്കുക. ഒരു കിലോമീറ്റർ മുന്നോട്ടും 1 കിലോമീറ്റർ ബാക്കിലുള്ള അയൽവാസികൾ എടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഒരു 10 മീറ്റർ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഒരു 50 മീറ്റർ ഉള്ളിലുള്ള അയൽവാസികൾ എടുക്കുക. അപ്പൊ കുറെ ഉണ്ടാവും. ആ 25 ആക്കുക, എന്താ പറയാ 10 ആക്കുക, 5 ആക്കുക, എന്താ പറയാ 4, 3, 10 സെന്റിമീറ്റർ ആക്കുക. അപ്പൊ അവസാനം നമ്മളുടെ വീട് മാത്രമല്ല നെയ്ബർഹുഡ് കിട്ടും. അപ്പൊ എ എന്ന് പറയുന്ന എലമെന്റ് മാത്രമുള്ള ഒരു നെയ്ബർഹുഡ് ഉണ്ടാവും. കാരണം ബാക്കിയുള്ള എലമെന്റ്സിനെ മുഴുവൻ ഒഴിവാക്കി അപ്പൊ എല്ലാ നെയ്ബർഹുഡിലും ഉണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ആളാരുള്ളൂ? എല്ലാ നെയ്ബർഹുഡിലും ഉണ്ടാവുന്ന ആള് സെൻട്രൽ അല്ലെങ്കിൽ ഏതിന്റെ നെയ്ബർഹുഡ് ആണോ എന്റെ നെയ്ബർഹുഡിൽ എയുടെ എല്ലാ നെയ്ബർഹുഡിലും ഉണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ആള് എ മാത്രമാണ്. അപ്പൊ ഇതിന്റെ പ്രൂഫ് ഒന്നുമില്ല. എങ്ങനെ നെയ്ബർഹുഡിൽ നമ്മൾ ഉൾപ്പെടുത്തണില്ലല്ലോ, അതിന്റെ ഇടയിലുള്ള എലമെന്റ്സ് അല്ലേ? ഇങ്ങനെ ഒഴിവാക്കിയ പിന്നെ ആളുണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എ എന്ന് പറയുന്ന റിയൽ നമ്പറിന്റെ എല്ലാ നെയ്ബർഹുഡിലും എക്സ് ഉണ്ടെങ്കിൽ എക്സ് എ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വേറൊരാളെ നമുക്ക് അത്ര ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല. അത് വളരെ സിമ്പിൾ ആണ്. കാരണം എക്സ് ബിലോങ്സ് ടു വി എപ്സിലോൺ ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? എക്സ് എന്റെ എപ്സിലോൺ നെയ്ബർഹുഡിൽ ഉണ്ട് പറഞ്ഞാല് മോഡ് എക്സ് മൈനസ് എ എന്തായിരിക്കും? ലെസ് ദാൻ എക്സും എയും തമ്മിലുള്ള ദൂരം എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും അല്ലെ? സിമ്പിൾ അല്ലേ? എയിൽ നിന്ന് എക്സ് എന്റെ എപ്സിലോൺ നെയ്ബർഹുഡിൽ ഉണ്ട് പറഞ്ഞാൽ എക്സ് എയും തമ്മിലുള്ള ദൂരം എന്തായിരിക്കും? എപ്സിലോൺ ഡിസ്റ്റൻസിനുള്ളിലായിരിക്കും. Now this is true for every epsilon greater than 0. നമുക്കറിയാം mod x minus a is always greater than or equal to 0 അല്ലെ? മോഡുലസ് എടുത്താൽ greater than or equal to 0 ആണ്, നമുക്ക് ഉറപ്പാണ്. This is less than epsilon. Now എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 0 less than or equal to mod x minus a less than epsilon. This is true for, ഇതാണ് പ്രധാനം, this is true for all epsilon positive. This is true for all epsilon positive. Then നമുക്കൊരു റിസൾട്ട് ഉണ്ട്. If 0 less than or equal to a less than epsilon for every epsilon positive, then a equal to 0. If 0 less than or equal to a less than epsilon, this is true for every epsilon greater than that. That's important. For every epsilon greater than 0, then a must be 0. അതേപോലെ 0 less than or equal to mod x minus a less than epsilon for every epsilon greater than 0, this is true. Then mod x minus a must be 0. Mod x minus a ഒരു സംഭവത്തിന്റെ മോഡുലസ് 0 ആണെന്ന് എന്താ അർത്ഥം? ആ നമ്പർ 0 ആണെന്നാണ്. മോഡ് 0ന്റെ മോഡുലസ് മാത്രമേ 0 ഉള്ളൂ. That is x minus a equal to 0. That is x equal to 3. This is the proof of that theorem. ഇനി ഒരു ചെറിയ സാധനം കൂടിയും. If x belongs to v epsilon of a, y belongs to v epsilon of b, then
x plus y belongs to the 2 epsilon of a plus b. Can you prove this result? എന്താണ് x belongs to b epsilon of a പറഞ്ഞാല് x യുടെ എപ്സിലോൺ നെയ്ബർഹുഡിലാണ്. അപ്പൊ x ഉം a തമ്മിലുള്ള ദൂരം എന്തായിരിക്കും? x ഉം a തമ്മിലുള്ള ദൂരം എന്തായിരിക്കും? ഈ എപ്സിലോണിനെക്കാളും കുറവായിരിക്കും. അതിന് y ഉം b യും തമ്മിലുള്ള ദൂരം എപ്സിലോണിനെക്കാളും കുറവായിരിക്കും. ഇനി x plus y ഉം a plus b തമ്മിലുള്ള ദൂരം 2 എപ്സിലോണിനെക്കാളും കുറവാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. What is the distance between x plus y and a plus b? ചെയ്ത് നോക്കൂ, എന്താണ് കിട്ടുക? ഇത് എക്സും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സ് മൈനസ് എ ആദ്യത്തെ ടേം ആക്കുക, വൈ മൈനസ് ബി രണ്ടാമത്തെ ടേം ആക്കുക, ട്രയാങ്കുലർ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുക, റൈറ്റ്? This equal to mod x minus a plus y minus b അല്ലേ? Less than or equal to mod x minus a plus mod y minus b. Both are less than epsilon. So less than epsilon plus epsilon equal to 2 epsilon. So the distance between x plus y and a plus b is less than 2 epsilon. So x plus y belongs to the 2 epsilon of a plus b. So അത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മുടെ മനസ്സിലെ സാധനം ഉണ്ടെങ്കിൽ ആൻസർ പെട്ടെന്ന് കിട്ടും. ഇനി ക്ലാസ് കഴിഞ്ഞു ഏകദേശം. ഇനി 1-2 എക്സർസൈസിലുള്ള 1-2 കുസൃതി ചോദ്യങ്ങളാണ്. അത് ഇതാണ്: if a less than x less than b, a less than y less than b. ആദ്യത്തെ ചോദ്യം കുഴപ്പമില്ല. ഷോ ദാറ്റ് mod x minus y less than b minus a interpret ആണ്. ഇതാണ് കുസൃതി ചോദ്യം. Interpret the result geometrically. ഒരു ഹിന്റ് തരാം. എക്സ് എവിടെയാണ്? ആൻസർ അല്ലേ? എക്സ് എവിടെയാണ്? എക്കും ബിക്കും ഇടയിൽ. വൈ എവിടെയാണ്? എക്കും ബിക്കും ഇടയിൽ. അപ്പൊ എയും ബിയും അടയാളപ്പെടുത്താം, എക്സും വൈ അടയാളപ്പെടുത്താം. ആദ്യം റിസൾട്ട് എങ്ങനെ പ്രൂവ് ചെയ്യും എന്ന് നോക്കാം. റിസൾട്ട് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയോ? എങ്ങനെ ഇതൊന്ന് ചെയ്യാൻ കഴിയോ? ആർക്കെങ്കിലും ഒരു പേപ്പറിൽ ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ആക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ കഴിയും? നമുക്ക് എക്സ് മൈനസ് വൈ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ എക്സും വൈയും ആണ്. അതെങ്ങനെ രണ്ട് ഇനീക്വാലിറ്റി എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും? സബ്ട്രാക്ഷൻ, രണ്ട് ഇനീക്വാലിറ്റി സബ്ട്രാക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ സബ്ട്രാക്ഷൻ അഡീഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സബ്ട്രാക്ഷൻ അഡീഷൻ ആക്കണേ എക്സും വൈയും തമ്മിൽ ആഡ് ചെയ്യാം, എക്സ് പ്ലസ് വൈ. ഇനി മൾട്ടിപ്ലിക്കേഷൻ വൈനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോ എക്സ് പ്ലസ് മൈനസ് വൈ, അതാണ് എക്സ് മൈനസ് വൈ. അപ്പോ അഡീഷൻ ഉപയോഗിച്ച് സബ്ട്രാക്ഷൻ പറയുകയാണെങ്കിൽ എളുപ്പമാണ്. അപ്പൊ നമ്മൾ നോക്കുക, നമ്മുടെ കയ്യിൽ ആദ്യത്തെ ഇനീക്വാലിറ്റി എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി, രണ്ടാമത്തെ ഇനീക്വാലിറ്റി പ്ലസ് വൈ ആണ്. നമുക്ക് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യണോ വേണ്ട? കണ്ടോ, എക്സ് മൈനസ് വൈ ആണ്. അപ്പൊ വൈന്റെ ഇനീക്വാലിറ്റി നമുക്ക് ആവശ്യം മൈനസ് വൈന്റെ ഇനീക്വാലിറ്റി ആണ്. എ ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ വൈന്റെ മൈനസ് വൈന്റെ ഇനീക്വാലിറ്റി എന്തായിരിക്കും? മൈനസ് എ ലെസ് ദാൻ മൈനസ് വൈ ലെസ് ദാൻ മൈനസ് ബി, ശരിയാണോ? ഈ ഇനീക്വാലിറ്റി നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? മൈനസ് ബി അല്ലേ? ഇങ്ങനല്ലേ? ഇങ്ങനല്ലേ വരിക?
minus 1 കൊണ്ട് multiply inequality ആണ് reverse ആവും. -1 കൊണ്ട് multiply നെഗറ്റീവ് നമ്പർ കൊണ്ട് multiply ചെയ്താൽ inequality reverse ആവും. അപ്പൊ -1 കൊണ്ടാണ് multiply ചെയ്യേണ്ടത്. മൈനസ് നെഗറ്റീവ് കൊടുക്കുക പറഞ്ഞാല് വെറുതെ കൊടുക്കലല്ല, മൾട്ടിപ്ലിക്കേഷൻ ആണ്. -1 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ inequality reverse ആവും. അപ്പൊ ഇവിടെ കിട്ടുക -b less than -y less than -a. രണ്ടും നമ്മൾ ആഡ് ചെയ്താൽ എന്താ വരിക? ആഡ് ചെയ്താൽ a minus b less than x minus y less than b minus a. നമുക്ക് a ആണോ b ആണോ വലുത്? a കഴിഞ്ഞിട്ടല്ലേ എക്കും ബിക്കും ഇടയിലാണ് എക്സും വൈ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ a minus b ആണ് വലുത്. അപ്പൊ ഇതിനെ മൈനസ് ഓഫ് b minus a എന്ന് എഴുതാം. ഇവിടെ less than x minus y less than b minus a. എന്താ എഴുതാം? അതിനെങ്ങനെ എഴുതാം? ആൻസർ ആയോ? മൈനസ് സി mod x minus y. മൈനസ് സി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ലെസ് ദാൻ സി ആണ്. അപ്പൊ മൈനസ് ഓഫ് സംതിങ് ലെസ് ദാൻ ദിസ് ലെസ് ദാൻ പ്ലസ് ഓഫ് ദ സെയിം, രണ്ടും ഒരേ സാധനമാണ്. അപ്പൊ this can be written as mod x minus y less than b minus c. This is the first part. And what is the geometrical interpretation? What is the geometrical interpretation? X and y lie between a and b. അപ്പൊ എക്സും വൈയും എക്കും ബിക്കും ഇടയിലാണെങ്കിൽ എന്താണ് ഇത് പറയണേ? എന്താണ് ഇനീക്വാലിറ്റി പറയണേ? mod x, what is mod x minus y? What is the meaning of mod x minus y? What is the meaning of mod a? Meaning of mod a is the distance of a from 0. What is the meaning of mod a minus b? Mod 1 minus 2 എന്ന് പറഞ്ഞാല് distance between 1 and 2 ആണ്. Mod -3 minus 1 പറഞ്ഞാല് distance between -3 and 1 ആണ്. ആണോ? What is mod -3 minus 1? 4, അല്ലേ? What is that? This distance. Mod a minus b is the distance between a and b. Mod a minus b is the distance between a and b. So mod x minus y is the distance between x and y. And what is b minus a? What is b minus a? What is b minus a? b minus a എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലെങ്ത് ആണ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ മീനിങ് പറയാൻ പറ്റുമോ? What is the geometrical meaning of mod x minus y is strictly less than b minus a? If x lies between a and b, if y lies between a and b, mod x minus y less than b minus a. What is the meaning? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയാം.